ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. 2021 അവസാന ലാപ്പിൽ തോറ്റ ബി.ജെ.പിക്ക് ആഞ്ഞുപിടിച്ചാൽ മണ്ഡലം നേടാമെന്നാണ് കണക്കുകൂട്ടൽ. വിജയസാധ്യത കൂടുതലുള്ള സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. 15 റൗണ്ടിലും മുന്നിൽ നിന്ന ശേഷമായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി തോറ്റത്. വിജയത്തോളമെത്തിയ ഇ ശ്രീധരൻ ഇനി സ്ഥാനാർത്ഥിയായി എത്തിയില്ലെങ്കിലും വിജയിക്കുന്ന സ്ഥാനാർത്ഥി വരുമെന്നാണ് ബി.ജെ.പി നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ എന്ത് വില കൊടുത്തും പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ NDAയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് പൂർത്തിയാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പേര് ചർച്ചയിൽ ഉയർന്നു വരുന്നുണ്ട്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ, കുമ്മനം രാജശേഖരൻ എന്നിവരുടെ പേരുകളും മണ്ഡലത്തിൽ കാര്യമായ പരിഗണനയിലുണ്ട്. യുവനേതാവ് സന്ദീപ് വാര്യർ, മേജർ രവി എന്നിവരുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നു. ഒരുപാട് പേരുകൾ ഇങ്ങനെ മീഡിയയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയൊന്നും കാര്യമായിട്ട് സ്ഥാനാർത്ഥി ചർച്ചകളൊന്നും ഇതുവരെ ആ തരത്തിൽ നടന്നിട്ടില്ല. ബി.ജെ.പി പരിഗണിക്കുന്നത് വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ പരിഗണിക്കുക. ക്രോസ് വോട്ടിംഗാണ് ബി.ജെ.പിക്ക് തലവേദന. CPM വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചില്ലെങ്കിൽ വിജയം ഉറപ്പാണെന്ന് ബി.ജെ.പി നേതാക്കൾ അവകാശപ്പെടുന്നു. അല്ല, ക്രോസ് വോട്ടിംഗ് കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുണ്ട്. ക്രോസ് വോട്ടിംഗ് അവർക്ക് നേരിട്ട് തോൽപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണല്ലോ. നമ്മുടെ സ്പീക്കർ ഷംസീർ തന്നെ പറഞ്ഞില്ലേ, നിയമസഭയിൽ ഷാഫി അടുത്ത പ്രാവശ്യം തോൽക്കും. അപ്പോൾ അത് അവർ തമ്മിലുള്ള ഒരു അന്തർധാരയായിരുന്നു. CPM സ്വയം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അവർ ക്രോസ് വോട്ട് ചെയ്താൽ പോലും തോൽപ്പിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9,000-ന് മുകളിലേക്ക് കോൺഗ്രസ് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചത് ബി.ജെ.പിക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പാലക്കാട് മണ്ഡലം വിജയിച്ച് ജില്ലയിൽ കൂടുതൽ ശക്തമാകുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ന്യൂസ് മലയാളം, പാലക്കാട്.